ഈ ജഡത്തിൽ വന്നിരിക്കുന്ന പരിക്കുകൾ പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ ഒരു പട്ടിട്ട് മൂടും. അത് കാരണം ഈ NSSന്റെ കെയർ ഓഫുള്ള അമ്പലങ്ങളിലാണ് ഈ പട്ടിട്ട് മൂടുക. ഈ NSSകാർ ആര് മരിച്ചാലും മനുഷ്യൻ മരിച്ചൊരു ചുവന്ന തുണി കൊണ്ട് അതിൻ്റെ മേത്തിടും, NSSന്റെ അംഗമാണെന്ന് കാണിക്കാൻ. ആന ചത്താൽ ഈ പട്ടിട്ട് മൂടുന്നത് രണ്ട് കാര്യത്തിനൊന്നും മേത്തുള്ള പരിക്കുകൾ പുറത്തേക്ക് കാണാണ്ടിരിക്കാനും ആന പീഡനമേറ്റ് എല്ലും തോലും ആയത് കാണാണ്ടിരിക്കാനുമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഈ കൊമ്പന്മാരുടെ ഈ ലൈംഗിക ആസക്തിയെ കർശനമായി തടയുന്നതുകൊണ്ട് ആ കൊമ്പൻ്റെ ന്യൂറോ സിസ്റ്റത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, ദഹന വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് രണ്ടും പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോഴാണ് ഈ ആന പല സ്ഥലത്തും ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ കൊന്നൊടുക്കുന്നത്. ജീവനുള്ള ആനയെ നൽകുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ. ഒന്നാമത് മാനസിക ഭീതി, രണ്ടാമത് അതിൻ്റെ പിന്നിൽ വരുന്ന സാമ്പത്തിക ബാധ്യതകൾ. ഇത് രണ്ടും ഇല്ലാണ്ടായി. ഇതിന് ഉപയോഗിക്കുമ്പോൾ മാനസികമായിട്ട് ഉല്ലാസമുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് പോവാം, വനംവകുപ്പിൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട, പോലീസിൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട, കൈക്കൂലൊന്നും എവിടെയും കൊടുക്കണ്ട, പാപ്പാമാർക്കുള്ള അനധികൃതമായിട്ടുള്ള പൈസ കൊടുക്കുന്ന പരിപാടി ഇല്ല. പൈസ നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് നീക്കി വെച്ചിട്ട് യാന രൂപത്തിൽ എന്തെങ്കിലും കാണണമെങ്കിൽ ചിലവ് കുറഞ്ഞ മാർഗമായിട്ടാണ് നിരവധി ആളുകൾ ഈ റോബോട്ടാനെ ഇപ്പോൾ എഴുന്നള്ളിക്കുന്നത്. ഇപ്പോൾ ഈ 5 ആനയ്ക്കും, കേരളത്തിലുള്ള 5 റോബോട്ടാനയ്ക്കും എന്നും വർക്കുണ്ട്. ഒരു ദിവസം തന്നെ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി 4 സ്ഥലത്തേക്ക് പോകുന്ന റോബോട്ടാനകളുടെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആനകൾ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ റോബോട്ടാനയോടുള്ള താല്പര്യം കൂടി വരികയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 10 കൊല്ലത്തിന് 300, ഒരു കൊല്ലത്തിന് 30 എണ്ണം വെച്ച് 10 കൊല്ലത്തിന് 300 റോബോട്ടാന ഇവിടെ വന്നാൽ അതോടെ ഇവരുടെ ഈ ജീവനുള്ള ആനനെ നിൽക്കാനുള്ള ആ ഒരു സ്പേസ് നഷ്ടപ്പെടും. ഈ വാർത്ത മാതൃഭൂമി പത്രം തൃശ്ശൂരിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് സുരേഷ് ഗോപി ഇതിന് വേണ്ടിയിട്ട് രാജ്യസഭയിൽ വാദിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. സുരേഷ് ഗോപി കേരളത്തിൽ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ പിറ്റേ ദിവസം ഒരു വലിയൊരു വാർത്ത വരികയാണ്. അതായത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കക്ഷി RSSൻ്റെ പ്രമുഖനെ നേരിട്ട് കണ്ട് അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അമെൻഡ്മെൻറ്റ് വന്നേ എന്ന് പറഞ്ഞിട്ട് പഴയൊരു പടം വെച്ച് മാതൃഭൂമിയിലത്തെ തൃശ്ശൂരത്തെ ന്യൂസ് എടുത്തത് വാർത്ത കൊടുക്കുകയാണ്. ഈ RSSൻ്റെ കെയർ ഓഫിലുള്ള അമ്പലങ്ങളിൽ ആനകൾ ഉപയോഗിക്കേണ്ടെന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും RSSൻ്റെയും കെയർ ഓഫിലുള്ള അമ്പലങ്ങളിൽ ആനയുമില്ല, വെടിക്കിട്ടുമില്ല. അതിൻ്റെ പ്രധാന കാരണം ആ ക്ഷേത്രങ്ങളൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. പൈസ അധികം അവരുടെ ഇല്ല. അതുകൊണ്ടുള്ള പൈസ എന്തിനാണ് ഈ ആനക്കാരെയും വെടിക്കിറ്റുകാരെയും കൊടുക്കണിച്ചിട്ടാണ് അവർ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ RSSകാരുടെ ഇടയിലടക്കം തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഈ ആനയെ കൊണ്ടുവരാനായിട്ടുള്ള നിയമത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് തള്ളിവിടുന്ന മാധ്യമ പ്രവർത്തനം തൃശ്ശൂർ നടന്നു. കേരള സർക്കാർ വേണമെങ്കിൽ ഒരൊറ്റ ഓർഡർ ഇറക്കിയിട്ട് ഈ 143 ആനേനെയും വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റാതിരിക്കാൻ പ്രധാന കാരണം ഈ SNDPയും NSSും മുസ്ലിം ലീഗും വേറെ ജാതി മത സംഘടനകളുടെ ബിനാമികളാണ് ഈ ആനയെ കൈവശം വെച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ എൻജോയ് ചെയ്യണത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സപ്പോർട്ടുള്ള ഉത്സവ സംഘാടകരായതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ മുമ്പിലത്തെല്ലാം മന്ത്രി രാജൻ തൃശ്ശൂർ പൂരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പൂരത്തിന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വന്ന് ഒഫീഷ്യൽ കാറിൽ നിന്ന് മണ്ണിടനാല് ഇറങ്ങി നിൽക്കുമ്പോൾ രാജൻ്റെ മുമ്പിൽ കൂടെയാണ് ഒരു ആന ഇടഞ്ഞോടി പോയത്. അതിന് 10-15 മിനിറ്റ് കഴിഞ്ഞ പിന്നെ തളച്ചത് രാജൻ തന്നെ തലേ ദിവസം പുതിയൊരു ഷർട്ടൊക്കെ കൊടുത്ത് ആദരിച്ച് വ്യാജ എലിഫൻറ്റ് സ്ക്വാഡുകാരാണ് തളച്ചത്. അതിൻ്റെ വീഡിയോ വന്ന പിന്നെ ഹൈക്കോടതി ഈ എലിഫൻറ്റ് സ്ക്വാഡിനെ ഇങ്ങനെ വ്യാജമായിട്ട് എലിഫൻറ്റ് സ്ക്വാഡിൽ നിന്ന് ഷർട്ടിൽ എഴുതി വെച്ച ആൾക്കാർ ആനയെ പിടിക്കരുതെന്ന് ഉത്തരവിട്ടു. പക്ഷേ അത് പറഞ്ഞിട്ടും ഇന്നലെയും കൂടെ ഈ ആനകളെ തളച്ചത് എലിഫൻറ്റ് സ്ക്വാഡാണ് ഞങ്ങളൊന്ന് വ്യാജമായി ഷർട്ടിൽ എഴുതി പ്രദർശിപ്പിച്ച് ക്യാപ്ചർ ബെൽറ്റ് എന്ന് പറയുന്ന മുള്ളു ചങ്ങല കൊണ്ട് ആനകളെ പിടിക്കുന്ന പ്രക്രിയ ഇന്നലെയും നടന്നു. ഹൈക്കോടതി വിധിക്ക് പുല്ലുവിലയാണ്, ആരും പാലിക്കില്ല. നിയമത്തോടുള്ള ഭീതിയാണ് അവർ ഞാൻ ഉത്സവ പറമ്പിലേക്ക് എത്താതിരിക്കാൻ ഉള്ള തീരുമാനം എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ചില വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ഉണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, നമ്മളുടെ ഇവിടുത്തെ വന്യജീവി ശാസ്ത്രജ്ഞരോ ഈ വെറ്റിനറി കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫസർമാരോ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഇത് പക്ക ഒരു ആനയുടെ ബയോളജിക്കലായിട്ടുള്ളൊരു നീഡിനെ കർശനമായി തടഞ്ഞു നിർത്തി മനുഷ്യൻ ആഹ്ലാദിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവർത്തനത്തിൻ്റെ ബലമായിട്ട് ആനയുടെ മെമ്മറി ഇല്ലാണ്ടാവും, ദഹനം ഇല്ലാണ്ടാവും, ആനയുടെ ആക്രമിക്കാനായിട്ടുള്ള കപ്പാസിറ്റി കൂട്ടും എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
അതിലൊരു പ്രധാനമായിട്ട് ഈ വിദേശത്തു നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഈ ആനയെന്നുള്ളിപ്പ് കാണുന്ന ഈ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് അവരൊക്കെ ശ്രദ്ധിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ഭൂമിയിലെ ഏത് സ്ഥലത്തും ജോലി എടുക്കുമ്പോൾ നമുക്കിപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണേ, മൂത്രമൊഴിക്കണമെങ്കിലോ ടോയ്ലറ്റിൽ പോകണമെങ്കിലോ ഈ തൊഴിലുടമയുടെ അനുവാദം മുൻകൂട്ടി വാങ്ങിച്ചിട്ട് പോകണ്ട. നമുക്ക് ഇഷ്ടപ്രകാരം പോയി ചെയ്യാം, ലീവൊന്നും എടുത്തിട്ട് പോകണ്ട. നമുക്ക് മൂത്രമൊഴിക്കണമെങ്കിലോ കക്കൂസിൽ പോകണമെങ്കിലോ നമുക്ക് എന്ത് ജോലി ചെയ്താലും അവിടെ നിർത്തിയിട്ട് നമുക്ക് പോയിട്ട് സ്വയം ഒരു റിലാക്സേഷൻ വരുത്തിയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം. നമ്മളിപ്പോൾ ഉത്സവപ്പറമ്പിൽ പോകുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നൊരു സംഗതി, ഈ ആനകളുടെ മുകളിൽ 4 പേര് കയറിയിരിക്കും. ഈ ദൈവത്തെ പിടിക്കുന്ന കോലം വെക്കാൻ വെച്ചിട്ടുള്ള ഒരാൾ, കൊട പിടിക്കുക ഒരാൾ, ആലവട്ടം പിടിക്കുക ഒരാൾ, പഞ്ചാമരത്തിന് ഒരാൾ. ഇവർക്ക് മൂത്രമൊഴിക്കാൻ പറ്റാവുന്ന സമയത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങി, ആനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി മൂത്രമൊക്കെ ഒഴിച്ച് സീട്ടൊക്കെ വലിച്ച് അത്യാവശ്യം റിലാക്സ്ഡായിട്ട് വരിക. പക്ഷെ നമ്മൾ ഈ പൂരപ്പറമ്പ് ഒരു ഇത് കാണുമ്പോൾ, ഈ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആനയ്ക്ക് ഈ മൂത്രമൊഴിക്കാനും ഈ പിണ്ടവിടാനും ആളുകളെ മുകളിൽ ഇരുത്തിയിട്ട് വേണം ചെയ്യാൻ. ജോലി എടുത്തുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തപ്പെടുന്ന ഒരു ജീവിയായി ആനയെ ഇവർ അവഗണിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ഈ ആന നമ്മൾ കാണാം, ഈ ആനയുടെ ഈ മൂത്രനാളി ആന ആദ്യം പുറത്തേക്ക് ഇടും, റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കുള്ളൂ. ഈ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഉരുളകളായിട്ട് ഈ ആനയുടെ പുറകു ഭാഗത്തോടെ ഈ ആനപ്പിണ്ടം പുറത്തേക്ക് വരുന്നു. ഇത് ചെയ്യുമ്പോൾ ആന കണ്ടമാന ശക്തി എടുത്തിട്ട് മുക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഈ ആന റിലാക്സ്ഡായിട്ട് നിന്നിട്ട് ചെയ്യേണ്ട ഈ സംഭവം 4 പേരെ മുകളിൽ കയറ്റിയിരുത്തി തൊട്ട് മുമ്പിൽ മേളമൊക്കെ നടക്കുമ്പോൾ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ഇത് ചെയ്യുമ്പോൾ ഈ ആനയുടെ ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് തകരാറിലാക്കുന്നൊരു പ്രക്രിയയാണ് ഈ സംഭവം. ഈ മേളം കേട്ടോണ്ട്, പഞ്ചവാദ്യം കേട്ടോണ്ട് മുകളിൽ 4 പേരിക്കുമ്പോൾ ആനേനെ കൊണ്ട് ഈ മലമൂത്ര വിസർജനം ചെയ്യാൻ നിർബന്ധിക്കുന്നത് തന്നെ ആനയുടെ മൊത്തം ദഹന വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. നിരവധി വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സംഭവം അവർ പറയുന്നത്, ഈ കേരളത്തിലൊക്കെ ആനകൾ ചത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പത്രക്കാരും ടി വിക്കാരും പുറത്തേക്ക് വിടുന്ന വാർത്തയിൽ പ്രയോഗിക്കുന്ന 2 വാചകങ്ങളുണ്ട്. അത് മൊത്തത്തിൽ ഒരാനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള വാചകങ്ങളാണെന്ന് പല ബയോളജിസ്റ്റും പറയുന്നത്. എന്താ സംഭവിച്ചാൽ ഇവർ എഴുതുന്നത് വെച്ചാൽ ഈ ആന ചത്തു, ഇത് ഇന്നമ്പലത്തിലത്തെ ആനയാണ് എന്ന് പറയുന്നവരെ നമുക്ക് സഹിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവർ 2-3 വാചകങ്ങൾ അതിൽ എഴുതി വയ്ക്കും. അത് ഈ ആന പങ്കെടുത്ത് തിടമ്പേറ്റി നടന്ന കുറേ പൂരങ്ങളുടെ പേര് ഇവർ പറയും. അത് പ്രശസ്തമായ പൂരങ്ങളായിരിക്കും. അപ്പോൾ ഒരു പോയവർക്കൊക്കെ അറിയാം 10-12 മണിക്കൂർ നേരം ആന കണ്ണ് നിർത്തുകയും ശബ്ദത്തിൽ നിർത്തുകയും ചെയ്യുന്ന പരിപാടികളാണ് അതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇവർ പറയും, ചില സിനിമയിലൊക്കെ ഈ ആന മുഖം കാണിച്ചിട്ടുണ്ട്, ഈ ആനയുടെ സാന്നിധ്യം മൂലം രക്ഷപ്പെട്ടു പോയ സിനിമാ നടന്മാർ കുറേ ഉണ്ട്, ആനയുള്ളത് മൂലം രക്ഷപ്പെട്ട സിനിമ കുറയുന്നത് കുറേ സിനിമയുടെ പേര് പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർ പുറത്തേക്ക് ഒരു ആനയുടെ പടം കാണിക്കും. ഇവർ ഈ പടത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ട് പ്രകൃതി വെച്ചാൽ ഈ ആനയുടെ മേത്ത് ഇവരൊരു പട്ടിട്ട് മൂടും. ഈ ജഡത്തിൽ വന്നിരിക്കുന്ന പരിക്കുകൾ പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ ഒരു പട്ടിട്ട് മൂടും. അത് കാരണം ഈ NSSൻ്റെ കയറുള്ള അമ്പലങ്ങളിലാണ് ഈ പട്ടിട്ട് മൂടുക. ഈ NSSകാർ ആര് മരിച്ചാലും, മനുഷ്യൻ മരിച്ചൊരു ചുവന്ന തുണി കൊണ്ട് അതിന് മേത്തിടും, NSSൻ്റെ അംഗമാണെന്ന് കാണിക്കാൻ. ഈ ആന ചത്താൽ ഈ പട്ടിട്ട് മൂടുന്നത് 2 കാര്യത്തിനൊന്നും മേത്തുള്ള പരിക്കുകൾ പുറത്തേക്ക് കാണാണ്ടിരിക്കാനും ആന പീഡനമേറ്റ് എല്ലും തോലും ആയത് കാണാണ്ടിരിക്കാനുമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഈ പട്ടിടാത്ത സ്ഥലത്ത് ഈ ആനയുടെ ബോഡി മുഴുവൻ ഇവർ റീത്ത് വെച്ച് മൂടും. അപ്പോഴും നമുക്കൊന്നും ആനയുടെ ശരീരത്തിലത്തെ പരിക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ചിലതിലൊക്കെ ഈ ആനകൾ നമ്മൾ ചത്ത് കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണമായിട്ടും പിന്നെ നമ്മൾ പോയി നോക്കിയാൽ ആന ഈ അന്ത്യശ്വാസം വലിക്കണതിൻ്റെ ഭാഗമായിട്ട് അത് പലവിധ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇനി മൂത്രനാളി എന്ന് പറയുന്ന ഈ വൃഷണം ഇതങ്ങനെ അത് പുറത്തേക്കിടും. പുറത്തേക്കിട്ടൊരു മൂത്രമൊക്കെ ചിലപ്പോൾ ഒഴിക്കും, പിണ്ടൊക്കെ ഇടും അവസാനത്തെ ആക്രാന്തത്തിൻ്റെ പേരിൽ. ഇതിങ്ങനെ നമ്മൾ കാണുമ്പോൾ ആദ്യം എടുക്കുന്ന എല്ലാ ഫോട്ടോയിലും ഇത് വരും. അപ്പോൾ ഇത് കണ്ടിട്ട് പല ബയോളജിസ്റ്റും പറയുന്നത് ഈ ആനയുടെ ഈ മൂത്രനാളി പുറത്തേക്ക് ഇട്ടിട്ടാണ് ഈ ആന ചത്തുപോകുന്നത്. ഇത് മനുഷ്യനെ പലവിധ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ ആന എഴുന്നള്ളിക്കാനുള്ളതല്ല എന്നെല്ലാവർക്കും അറിയാം, ആനയെ പ്രൈവറ്റൈസ് ചെയ്യരുതെന്ന് പറയാം, പ്രദർശിപ്പിക്കരുതെന്നുള്ളതായിരിക്കും അറിയാം. പക്ഷേ ഈ പ്രദർശനവും അതിൻ്റെ പുറകിൽ നടക്കുന്ന തരികിടകൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആനയ്ക്ക് ഇല്ലാണ്ടായി പോകുന്നൊരു സംഭവമാണ് ഈ ആനയുടെ ലൈംഗികമായിട്ടുള്ള ചോദനകൾ. ഈ ആന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ പുതിയ ഒരു ആനകളുടെ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയാണ്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരു വാചകം പറയണത്, ഈ വനം വകുപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആനകളെ വനം വകുപ്പ് തടി പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ കൊമ്പനും പിടിയുണ്ടാവും. ഈ കൊമ്പനും പിടിയും തമ്മിൽ
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കുട്ടി ഉണ്ടായാൽ ആ കുട്ടീനെ മുല കുടിക്കുന്ന പ്രായത്തിൽ ഒരു പണിക്കും ഉപയോഗിക്കരുത് എന്ന് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. 4 കൊല്ലത്തോളം ഈ കുട്ടിയാന തള്ളയാനയുടെ മുല കുടിക്കും, പാല് കുടിക്കും. ആ സമയത്ത് തള്ളയാനേയും പണിയെടുപ്പിക്കരുത്, കുട്ടിയാനേയും പണിയെടുപ്പിക്കരുത് വളരെ വ്യക്തമായിട്ട് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം കൺസർവേഷനോട് കൂടിയിട്ട് ഈ ആനകളെ വനം വകുപ്പ് പോലും കൈവശം വയ്ക്കാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇവറ്റേനെ ലൈംഗികമായി ബന്ധപ്പെടാൻ അനുവദിച്ച് അതിൽ നിന്ന് ആനക്കുട്ടികൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത വനം വകുപ്പിൻ്റെ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ കൊമ്പനെയും പിടീനെയും വളർത്തുന്നവർ കൊമ്പനെയും പിടീനെയും 2 സ്ഥലത്തായിട്ടാണ് വളർത്തുക. പിടിക്കൊരു കാരണവശാലും കൊമ്പനുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഉണ്ടാക്കാൻ യാതൊരു സൗകര്യം ചെയ്ത് കൊടുക്കില്ല. കൊമ്പന്മാരൊരിക്കലും പിടിയാനകളുടെ ഒപ്പം വളർത്തില്ല. ഈ സർക്കസ് കൂടാരത്തിൽ കൊമ്പനും പിടിയൊക്കെ ഒരുമിച്ച് കിടന്ന് അവറ്റകൾ പ്രസവിക്കാറുണ്ട്. ഈ പ്രസവിച്ച ഈ സർക്കസ് ആനകളൊക്കെ അവർ നിയമവിരുദ്ധമായി വിറ്റിട്ട് പോയിട്ടുണ്ട്. ആനകളൊക്കെ പിന്നീട് ചെറുപ്രായത്തിൽ ചത്തിട്ടുമുണ്ട്. ഈ കുട്ടിയാനകളിൽ നിന്ന് വേർപെടുത്തിയ പിടിയാന വളരെ പെട്ടെന്ന് മരിച്ചു. തള്ളയാനിൽ നിന്ന് വേർപെടുത്തിയ കുട്ടിയാനയും വളരെ പെട്ടെന്ന് മരിച്ചു പോകാൻ കാരണം വെച്ചാൽ ഈ കുട്ടിയാനകളുടെ കുടൽ ഡെവലപ്പ് ചെയ്യണത് ഈ തള്ളയാനയുടെ മുലപ്പാൽ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഗുണങ്ങൾ കൊണ്ടാണ്. അപ്പം ഈ കൊമ്പന്മാരുടെ ഈ ലൈംഗിക ആസക്തിയെ കർശനമായി തടയുന്നതുകൊണ്ട് ആ കൊമ്പൻ്റെ ന്യൂറോ സിസ്റ്റത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, ദഹന വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് രണ്ടും പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോഴാണ് ഈ ആന പല സ്ഥലത്തും ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ കൊന്നുകൊടുക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഈ വിദേശത്തു നിന്നൊക്കെ വരുന്ന ഈ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് പറയുന്നത് അവിടങ്ങളിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ ആനകളെ ലൈംഗികമായി ബന്ധപ്പെടുത്താനുള്ള സംവിധാനം അവർ തന്നെ ചെയ്തു കൊടുക്കും. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ കൊമ്പൻ്റെ ഈ ലൈംഗിക ആസക്തി ഇല്ലാതാക്കാനായിട്ട് ഈ മനുഷ്യന്മാരൊക്കെ ചെയ്യുന്നത് പോലെ സ്വയംഭോഗം ചെയ്യുന്നത് പോലെയുള്ള പരിപാടികൾക്ക് ഇവർക്ക് ടെക്നിക്കലായിട്ട് ചില സൂത്രപ്പണികളുണ്ട്. അത് ചെയ്തിട്ട് ആന തന്നെ തുമ്പിക്കൈ ഉപയോഗിച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വിദേശങ്ങളിൽ വ്യാപകമാണ്. പിടിയാനയ്ക്ക് ഇവരിതുപോലെ ചെയ്തു കൊടുക്കും. അപ്പം മെക്കാനിക്കലായിട്ട് ഈ എലിഫൻസിന് ഈ ലൈംഗിക ആസക്തി ഇല്ലാതാക്കാനായിട്ട് ചെയ്യുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഈ ലൈംഗിക ചോദന എന്താണെന്ന് ഈ കൊമ്പനും പിടിയും അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം കേരളത്തിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ 343 കൊമ്പനാനകളിൽ ഒരു 40 എണ്ണം പിടിയാണ്, ബാക്കിയുള്ളത് കൊമ്പനാണ്. ഈ വിറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ചത്തുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആനകളെ അവരുടെ ലൈംഗിക ചോദന തടയാത്ത രീതിയിൽ പ്രവർത്തിയെടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ചുരുങ്ങിയ പക്ഷം ഈ ആനകളെ ഒരു 3-4 ഗ്രൂപ്പായിട്ട് കാടിൻ്റെ ഉള്ളിൽ ഒരു 10 ഏക്കർ സ്ഥലം വേലി കെട്ടിത്തിരിച്ച് അതിൻ്റെ ഉള്ളിലൊരു 2 കൊമ്പനെയും ഒരു പിടിയും അല്ലെങ്കിൽ 3 കൊമ്പനെയും ഒരു പിടീനെയും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പാപ്പാമാരുടെ സഹായത്തോടെ സൗകര്യം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് വേണമെങ്കിൽ പിന്നെ ഇവർക്ക് ഈ പിടിയാനെ പ്രസവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതിനെ സർക്കാരിൻ്റെ കെയർ ഓഫിലുള്ള ആനയായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇവർക്ക് സർക്കാരിൻ്റെ കെയർ ഓഫിലുള്ള വളർത്താനായിട്ട് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആനകളുടെ ഈ ലൈംഗികപരമായിട്ടുള്ള പ്രചോദനങ്ങളെ അടിച്ചമർത്തുന്ന പരിപാടി കേരളത്തിൽ ഇനി തുടരുന്നത് ബാക്കിയുള്ള ആനകളുടെ ദീർഘായുസിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു കൂടെ പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഈ റോബോട്ടാനയെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ ന്യൂയോർക്ക് ടൈംസ് ആദ്യം തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരൊരു സാധനം 2013 പ്രസിദ്ധീകരിച്ചു. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വനം വകുപ്പിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ ഈ ആനകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ മുഴുവൻ അട്ടിമറിച്ച് 2003 നാട്ടാന പരിപാലന നിയമത്തിൽ കർശനമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ എടുത്തു മാറ്റി ഒന്നിനും കൊള്ളാത്തൊരു നിയമം ഉണ്ടാക്കിയ പിന്നെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അവരൊരു വാർത്ത പുറത്തേക്കിട്ടു. അപ്പോൾ ഇതിൽ ആദ്യം പ്രതികരിച്ചത് ഈ നാഷണൽ ജിയോഗ്രാഫിക്കുമായി ബന്ധമുള്ള കുറേ വിവരമുള്ള കുറേ പത്രപ്രവർത്തകർ ഇതിൻ്റെ മുകളിൽ കയറി അഭിപ്രായങ്ങൾ പറഞ്ഞു അന്താരാഷ്ട്ര ലെവലിൽ. അപ്പോൾ അവരങ്ങനെയൊക്കെ പറഞ്ഞു ഈ പെറ്റ എന്ന് പറഞ്ഞ സംഘടനയിൽ കയറി ഇടപെട്ടു. അപ്പോൾ അവരാണ് ആദ്യം പറഞ്ഞത് ഈ റോബോട്ട് ആനകളെ ഉപയോഗിക്കുന്ന കാര്യം ഇന്ത്യയിലുള്ളവർ പരിഗണിക്കുന്നുണ്ട്. അവരൊരു പോസ്റ്റ് ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഈ നാഷണൽ ജിയോഗ്രാഫിക്കാരും ബാക്കിയുള്ള അത്യാവശ്യം വിവരമുള്ളവരെ കൂടിയിട്ട് ഇവിടെ എന്താ നടക്കണേ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അവസാനം അവരിവിടെ വന്നിട്ട് തൃശ്ശൂർ പൂരം റെഡിക്ക് അവർ കവർ ചെയ്തിട്ട് അവർ എടുത്തിട്ട് പോയ വീഡിയോൻ്റെ ഒരു 10% വെച്ചിട്ട് ഒരു ഗോഡ്സ് ഇൻ ഷാക്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. ആ ഡോക്യുമെൻ്ററി UN കാണിച്ചു, പല സ്ഥലത്തും കാണിച്ചു, കുറേ അവാർഡൊക്കെ കിട്ടി. ഇന്ത്യൻ പാർലമെൻറ്റിൽ കാണിച്ചു, കേരള നിയമസഭയിൽ കാണിച്ചു, ഹൈക്കോടതിയിലും കാണിച്ചു. ഇത് കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഇന്ത്യയിലത്തെ ഇന്ത്യയുടെ ആൾക്കാർക്ക് ഇത് റോബോട്ടാനയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയ തോന്നിയത്. അങ്ങനെ 2013 തൊട്ട് റോബോട്ടാന വേണമെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ 2022 ഈ ഇന്ത്യ
ഒരാനയെ ആദ്യം ഉണ്ടാക്കി ഒരു അമ്പലത്തിൽ കൊടുത്തത്. അപ്പോൾ അതിനവർ പറഞ്ഞ പ്രധാന കാരണം അതൊരു അമ്പലമായിരിക്കണം, അമ്പലത്തിൽ പഞ്ചഭൂതങ്ങളും വേണം, കോൺക്രീറ്റ് പാടില്ല. ഈ മണ്ണ്, വെള്ളം, മരങ്ങൾ അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുള്ള അമ്പലമായിരിക്കണം, കോൺക്രീറ്റ് നിർമ്മിതികൾ പാടില്ല. മാത്രമല്ല ആന അവിടെ എഴുന്നള്ളിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരണം. മാത്രമല്ല ആന എങ്ങനെ എഴുന്നള്ളിക്കില്ല എന്ന് തീരുമാനം എടുക്കുന്ന അമ്പലങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ അവരത് കാര്യമായിട്ട് ഉപയോഗിച്ചു. മാത്രമല്ല അവർ അതിൽ നിന്ന് അത് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങി. അവരാവശ്യം കിട്ടും. ഒരു ദിവസം 10,000 രൂപ വെച്ച് വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്ത് അവർ ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ടാമത്തെ ഒരു റോബോട്ടാന ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ പെറ്റ ഇന്ത്യ കേരളത്തിലാകെ 5 റോബോട്ടാനകളെ 5 ഇതുമാതിരത്തെ ക്ഷേത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കൂടി ഇപ്പോൾ അടുത്ത് തന്നെ കൊടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ ഈ വോയിസ് ഫോർ ഏഷ്യൻ എലിഫൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന അമേരിക്കൻ സംഘടനയും കഴിഞ്ഞ കൊല്ലം ഗൂഡല്ലൂർ ഒരു ആനയെ കൊടുത്തു. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം 25-ാം തീയതി മാളയിൽ SNDPക്കാരുടെ അമ്പലത്തിൽ അവർ റോബോട്ടാനയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇത് വരുന്നുണ്ട്, ആളുകൾ ഇത് സ്വാഗതം ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ജീവനുള്ള ആനയെ നിൽക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ. ഒന്നാമത് മാനസിക ഭീതി, രണ്ടാമത് അതിൻ്റെ ബില്ല് വരുന്ന സാമ്പത്തിക ബാധ്യതകൾ. ഇത് രണ്ടും ഇല്ലാണ്ടായി. ഇതിന് ഉപയോഗിക്കുമ്പോൾ മാനസികമായിട്ട് ഉല്ലാസമുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് പോവാം, വനം വകുപ്പിൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട, പോലീസിൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട, കൈക്കൂലൊന്നും എവിടെയും കൊടുക്കണ്ട, പാപ്പാമാർക്കുള്ള അനധികൃതമായിട്ടുള്ള പൈസ കൊടുക്കുന്ന പരിപാടിയില്ല. പൈസ നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് നീക്കി വെച്ചിട്ട് യാന രൂപത്തിൽ എന്തെങ്കിലും കാണണമെങ്കിൽ ചിലവ് കുറഞ്ഞ മാർഗമായിട്ടാണ് നിരവധി ആളുകൾ ഈ റോബോട്ടാനെ ഇപ്പോൾ എഴുന്നള്ളിക്കുന്നത്. ഇപ്പോൾ ഈ 5 ആനയ്ക്കും, കേരളത്തിലുള്ള 5 റോബോട്ടാനയ്ക്കും എന്നും വർക്കുണ്ട്. ഒരു ദിവസം തന്നെ കാലത്ത്, ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി 4 സ്ഥലത്തേക്ക് പോകുന്ന റോബോട്ടാനകളുടെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അടുത്തൊരു 10 വർഷങ്ങൾക്കുള്ളിൽ ഒരു 300ഓളം റോബോട്ടാനകൾ കേരളത്തിൽ ഇറക്കിയാൽ സർക്കാരിന് ഇപ്പോഴുള്ള ജീവനുള്ള ആനകളൊക്കെ ഏറ്റെടുത്ത് വനം വകുപ്പിൻ്റെ കേന്ദ്രത്തിൽ പരിപാലിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു 10 വർഷത്തിനുള്ളിൽ 300ഓളം റോബോട്ടാനകൾ കേരളത്തിൽ എത്തും. അങ്ങനെ ഈ ജീവനുള്ള ആനകളെ പീഡിപ്പിക്കുന്ന പരിപാടി തടയാനായിട്ട് അങ്ങനെ ഒരു പ്രവർത്തിയിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നാക്കം കൊണ്ടുപോകുന്നത്. പക്ഷേ ആനകളിടഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടായ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പോയിട്ട് അടുത്ത തൊട്ട് റോബോട്ടാന ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പോലീസ് കേസ് വരുന്നു, ജാമ്യമില്ലാ വകുപ്പൊക്കെയാണ് പറയുന്നത്, കുറേ പേര് ജയിലുണ്ട്, അവർക്ക് ജാമ്യം കിട്ടാൻ തന്നെ കണ്ടമാനം പൈസ ഉപയോഗിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പരിപാടിക്ക് പോണത് എന്ന് തോന്നുന്ന രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ട്. ഇതിലൊന്നും പെടാത്ത ആളുകളാണ് ഈ ആനയെ എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഈ റോബോട്ടാന ഉപയോഗിക്കുന്നവർക്കെതിരെ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ വായ കൊണ്ടും നെറ്റിലും നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ വിദേശത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇത് പൂരം നിർത്തിക്കാനായിട്ടാണ് നടക്കണേ എന്ന് വ്യാപകമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനാണ് ഇതിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പം എനിക്ക് വിദേശത്ത് നിന്ന് വരെ ഒറ്റ പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. മാത്രമല്ല ഞാൻ വിദേശ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലത്തെ പല ഏജൻസികളും അന്വേഷിച്ച് എൻ്റെ വിദേശ ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ ഉണ്ട്. അപ്പോൾ ഈ ഒന്നാമത് ഇമാതിരി കാര്യങ്ങൾക്ക് വിദേശത്തു നിന്ന് ആരും ഫണ്ട് കൊടുക്കുന്നില്ല. വിദേശത്ത് നിന്ന് ഫണ്ട് 2 കാര്യത്തിന് കൊടുക്കുള്ളൂ. ഒന്ന്, കാടിലത്തെ ആളുകളെ മാറ്റി അവിടേക്ക് ആനകൾക്ക് പ്രവേശിക്കാനായിട്ടുള്ള പ്രതിബന്ധം മാറ്റാനായിട്ട് പല സർക്കാരുകളും പൈസ കൊടുത്തിട്ട് കാടിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒഴിപ്പിക്കുന്നവർക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ ഈ വിദേശ ഏജൻസികൾ നൽകുന്നത് സർക്കാരിനാണ്, സ്വകാര്യമായിട്ടല്ല. അപ്പം അങ്ങനെ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. അതും 1-2 സംഘടന മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഈ പൂരം നിർത്താനായിട്ട് ഒരു സംഘടനയും പൈസ കൊടുക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ പൂരം ശരിക്കും ഞാൻ പരാതി കൊടുത്തിട്ട് പല പ്രശ്നങ്ങളും വരുമ്പോൾ ഈ ഉത്സവ സംഘാടകർ പറഞ്ഞത് വെങ്കടാലം പരാതി കൊടുക്കുന്നത് പൂരം നിർത്താനാണ് എന്ന് പറയും. അപ്പം നമ്മൾ പൂരം നിർത്താനല്ല പരാതി കൊടുക്കണം. ഈ നിയമപ്രകാരം പൂരം നടത്തി ആനകൾക്ക് പീഡനവും നാട്ടുകാർക്ക് മരണമില്ലാതെ പൂരം നടത്താൻ വേണ്ടിയാണ് ഞാനൊക്കെ പരാതി കൊടുക്കുന്നത്. അതനുസരിച്ച് പൂരം നടത്തിയാൽ അവർക്ക് നഷ്ടമില്ല. പക്ഷേ ഇവരീ പറയണത് ഞാൻ വിദേശത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പൂരം നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തണേ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെന്നെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്ന ആളുകളെ കൊന്നാൽ അവിടെ പൂരം അപ്പം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ആളെ കുത്തിക്കൊന്ന 2 ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അടുത്ത കൊല്ലം തൊട്ട് റോബോട്ടാനയെ എഴുന്നള്ളിക്കുള്ളൂ, അത് പെട്ടെന്ന് കിട്ടിയാൽ നല്ലതെന്നാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ അടുത്ത കൊല്ലല്ലേ വേണ്ടു, ഇത് ഓർഡർ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക 8-9 മാസമാവും. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ പൂരാകുമ്പോഴേക്കും ഞങ്ങൾ നിങ്ങൾക്കൊരു റോബോട്ടാനയെ തരാം എന്നിട്ട് ഞങ്ങൾ അവരെ നിന്നൊക്കെ അതിനുള്ള NOC-കളൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ 2 കൊല്ലത്തോളം ഇവരതിൻ്റെ മെയിൻ്റനൻസ് ഈ ഡൊനേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്യും. 2 കൊല്ലം കഴിഞ്ഞാൽ ഇതിനെ വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് വേണം അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് ഇടയ്ക്കൊന്ന് പെയിൻ്റ് അടിക്കേണ്ടി വരും.
പിന്നെ ആളുകൾ ഈ തുമ്പിക്കൈ ആട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഈ തുമ്പിക്കൈമിലൊക്കെ കുട്ടികളൊക്കെ കയറി പിടിക്കും, വാലൊക്കെ കയറി പിടിക്കും. അപ്പോൾ ഇത് ഈ തുമ്പിക്കൈൻ്റെ വാലിൻ്റെ ഈ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടാൽ അത് നമ്മൾ പതുക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ചിലവ് വരിക. അത് 2 കൊല്ലം ഈ ഡൊനേറ്റ് ചെയ്യണ കമ്പനി തന്നെ ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ അമ്പലം, ഈ ആനയെ കൈവശം വെച്ച് ഇരിക്കണ അമ്പലം തന്നെ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകണത്തൊക്കെ കാണാൻ ചില സ്ത്രീകളും കുട്ടികളടക്കം എല്ലാം പുരുഷന്മാരോടൊക്കെ ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കണ്ടമാനം ഇതിനെ താലോലിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിൻ്റെ പ്രധാന കാരണം ഇത് ആക്രമിക്കില്ല എന്നുള്ളൊരു ധൈര്യമാണ്. പിന്നെ അവിടെ ഉള്ളവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, പേടിയില്ലാത്തൊരു സന്തോഷമാണ്. വയസ്സായ സ്ത്രീകളും ചെറിയ കുട്ടികളും പുരുഷന്മാരോടൊക്കെ ആനയെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ജീവനുള്ള ആനയോട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരവിടെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഈ വെടിക്കെട്ട് നടക്കുന്ന നേരത്ത് ഈ ആനേനെ പന്തലിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് കേന്ദ്ര സർക്കാർ പൂരത്തിന് വെടിക്കെട്ട് നടത്തുമ്പോൾ 100 മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നിട്ട് ഉത്തരവിറക്കി. അപ്പോൾ ഞങ്ങൾ ഈ 45 മീറ്ററിലാണ് തൃശ്ശൂർ വെടിക്കെട്ട് പൊട്ടുമ്പോൾ പന്തലിൽ ഒരു ജീവനുള്ള ആനയെ നിർത്തുക. അതിൻ്റെ മുകളിൽ ഒരാൾ കയറി കോലം പിടിക്കുന്നുണ്ടാവും, ദൈവത്തിലുള്ള കോലം പിടിക്കുന്നുണ്ടാവും, നിലത്ത് പാപ്പാമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിയമലംഘനമാണ്. 100 മീറ്ററിൻ്റെ അടുത്ത് ആൾ നിൽക്കും. അതുകൊണ്ട് ഈ പന്തലിൽ റോബോട്ടാനയെ നിർത്താവൂ എന്നുകൊണ്ട് ഞങ്ങൾ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു. കളക്ടർക്ക് പരാതി, കളക്ടർ ഈ ഉത്സവ സംഘാടകരെ എടുത്തു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് രാത്രി 3 മണിക്ക് ജീവനുള്ള ആനയുടെ മുകളിൽ കോലത്തിൽ ദൈവത്തെ ആവാഹിച്ച് നിർത്തി പൂരം നടത്തുക എന്നുള്ളത് കാരണവന്മാരടക്കം ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അത് ഞങ്ങൾ നിർത്താൻ മുകളില്ല എന്നൊരു കത്താണ് ഇവർ എഴുതി കൊടുത്തത്. പക്ഷേ രാത്രി പലവിധ പ്രശ്നം ഉണ്ടായി. പൂരം നിന്നു എന്ന് മാത്രമല്ല രാത്രി അവർക്ക് വെടിക്കിറ്റും പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ റോബോട്ടാനേനെ ഞങ്ങളവിടെ നിർത്താൻ പറഞ്ഞത് എന്തിനാ വെച്ചാൽ 4 പേര് ഇത് കാണൂലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് സമ്മതിക്കേണ്ട. ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കൊച്ചി ദേശം കൊണ്ട് ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ റൗണ്ടിൽ തന്നെ, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ ആനേനെ നിർത്താനായിട്ട് പെർമിഷൻ തന്നപ്പോൾ ദേവസ്വം ബോർഡ് അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞത് നിർത്തിയിട്ട് പൈസ പിരിക്കാനാണെന്നിട്ട് ഒരു പ്രചരണം ഇറക്കി. അപ്പോൾ ഞങ്ങൾ പൈസ പിരിക്കാനല്ല, വരണവർക്കും പോണവർക്കും ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് സുഖമായിട്ട് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു 3 ലക്ഷത്തോളം വ്യക്തികളാണ് ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയത്. ഞങ്ങൾക്ക് ഒരാളുടെ ഇത് 10 രൂപ വാങ്ങിച്ചിരുന്നെങ്കിൽ 30 ലക്ഷം രൂപ അവിടെ വെച്ചുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനോടൊരു പ്രതിപത്തി ഉണ്ട്, ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്ന് കാണിക്കാനാണ് ഞങ്ങളവിടെ ചെയ്തത്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഈ ആനകൾ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ റോബോട്ട് ആനയോടുള്ള താല്പര്യം കൂടി വരികയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 10 കൊല്ലത്തിന് 300, ഒരു കൊല്ലത്തിന് 30 എണ്ണം വെച്ച് 10 കൊല്ലത്തിൽ 300 റോബോട്ട് ആന ഇവിടെ വന്നാൽ അതോടെ ഇവരുടെ ഈ ജീവനുള്ള ആനനെ നിൽക്കാനുള്ള ആ ഒരു സ്പേസ് നഷ്ടപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാലൊന്നും തോന്നാത്തൊരു സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായത്. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ഓൾ ഇന്ത്യ ലെവലിൽ വരാനിരിക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ BJP സർക്കാർ ഗസറ്റിൽ ഒരു വിജ്ഞാപനം പ്രിൻ്റ് ചെയ്യണം. മാർച്ച് 14 തോന്നുന്നത്, മാർച്ച് 13. മാർച്ച് 13 വിജ്ഞാപനം എന്താ വെച്ചാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള എലിഫൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉള്ള നിബന്ധനകൾ സർക്കാർ അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളെ സർക്കാർ പറയുന്ന നിയമത്തിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിച്ച് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇതിനാൽ അമെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു വിജ്ഞാപനം 2024 മാർച്ച് 13 നമ്മൾ കാണുകയാണ് സൈറ്റിൽ. പിറ്റത്തെ ദിവസമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നൊന്നും ചെയ്യാൻ പറ്റില്ലാണ്ട് തലേ ദിവസം ഈ സാധനം വിടുകയാണ്. ഇത് വന്ന് ഈ വാർത്ത മാതൃഭൂമി പത്രം തൃശ്ശൂരിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് സുരേഷ് ഗോപി ഇതിന് വേണ്ടിയിട്ട് രാജ്യസഭയിൽ വാദിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. സുരേഷ് ഗോപി കേരളത്തിൽ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ പിറ്റേ ദിവസം ഒരു വലിയൊരു വാർത്ത വരികയാണ്. അതായത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കക്ഷി RSSൻ്റെ പ്രമുഖനെ നേരിട്ട് കണ്ട് അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അമെൻഡ്മെൻറ്റ് വന്നേ എന്ന് പറഞ്ഞിട്ട് പഴയൊരു പടം വെച്ച് മാതൃഭൂമിയിലത്തെ തൃശ്ശൂരത്തെ ന്യൂസ് എടുത്തത് വാർത്ത കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുക പാറമേക്കാവുകാർ പറഞ്ഞിട്ടാണ് ഈ വ്യത്യാസം വന്നതെന്ന് വിചാരിക്കും. ഒരു ഭാഗത്ത് സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ ജയിക്കാനായിട്ടുള്ള കച്ച കെട്ടിയിട്ടുള്ള പൂരക്കാരുടെ സപ്പോർട്ട് നേടാനായിട്ട് ഇത് ആനകളെ കൊണ്ടുവരാൻ വയ്ക്കുന്ന രാജ്യസഭയിൽ പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. അത് അയാൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ RSSുമായി ഈ ആന കൊണ്ടുവരാനായിട്ടുള്ള നിയമത്തെ കൂട്ടിക്കെട്ടാൻ ഒരു പത്രം തന്നെ ശ്രമിച്ചത് ഈ RSSൻ്റെ കെയർ ഓഫിലുള്ള അമ്പലങ്ങളിൽ ആനകൾ ഉപയോഗിക്കേണ്ടെന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്.
അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും RSSൻ്റെയും കെയർ ഓഫുള്ള അമ്പലങ്ങളിൽ ആനയുമില്ല, വെടിക്കെട്ടുമില്ല. അതിൻ്റെ പ്രധാന കാരണം ആ ക്ഷേത്രങ്ങളൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. പൈസ അധികം അവരുടെ ഇല്ല. അതുകൊണ്ടുള്ള പൈസ എന്തിനാണ് ഈ ആനക്കാരെയും വെടിക്കെട്ടുകാരെയും കുടഞ്ഞിട്ടാണ് അവർ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ RSSകാരുടെ ഇടയിലടക്കം തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഈ ആനയെ കൊണ്ടുവരാനായിട്ടുള്ള നിയമത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് തള്ളിവിടുന്ന മാധ്യമ പ്രവർത്തനം തൃശ്ശൂർ നടന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു അതില്ലെങ്കിൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനായിട്ട് മൊത്തം പരിചയം നോക്കിയപ്പോൾ അതിന് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് പ്രിസീഡ് അനദർ ഡോക്യുമെൻറ്റ് കോൾഡ് ലൈസൻസ് ടു ഹണ്ട് ദ ആനിമൽ. അതായത് കാട്ടിലൊരു ആന നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് ആ പ്രദേശത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആ ആനയെ കാട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരാൾക്ക് ഹണ്ടിങ് ലൈസൻസ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ഹണ്ടിങ് ലൈസൻസ് ഉപയോഗിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ ആനയെ പ്രൈവറ്റൈസ് ചെയ്ത് കൊണ്ടു നടക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന് വെച്ചാൽ അതിനെ ചട്ടം പഠിപ്പിക്കാനായിട്ട് ഒരാൾ വന്നാൽ അയാൾക്ക് ഈ ആനയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അയാളുടെ കെയർ ഓഫിലേക്ക് ഈ ആനേനെ മാറ്റി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ആന ഇറങ്ങാത്ത രീതിയിൽ നടപടി എടുക്കാമെന്നുള്ളൊരു കാര്യം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും 72 തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമമാണ്. പക്ഷേ ഞങ്ങളിത് കണ്ടുപിടിച്ചത് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആക്ട് മൊത്തം നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് പല സ്ഥലത്തും പരാതി വെച്ചപ്പോൾ മുകളിൽ നിന്ന് മറുപടി ഒന്നും ഇത് രണ്ടും വേണം. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് മുന്നേ തന്നെ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഹൈക്കോടതി ചോദിച്ചപ്പോൾ നിരവധി ആളുകൾ പുറമേ നിന്ന് ആനയെ കൊണ്ടുവരാനുള്ള ആളുകളൊക്കെ ഇപ്പോൾ കോടതിയിലേക്ക് വരുന്നില്ല. എന്നുവെച്ചാൽ ഈ ലൈസൻസ് ടു ഹണ്ട് ഇന്ത്യയിലെവിടെയും ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇവിടെ കാണുന്ന എല്ലാ നാട്ടാനകളും 2007 ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് നാട്ടാനകളെ കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ നയമല്ല എന്ന് കേരള സർക്കാർ സബ്മിഷൻ എഴുതി വെച്ചതിന് കാരണമായിട്ടുള്ള വിധിയെ തുടർന്നാണ്. അതിനു മുന്നേ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സർക്കസുകാരുടെ വണ്ടിയിൽ സർക്കസുകാർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വനം വകുപ്പിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കൂടെ ഉള്ള ചെക്ക് പോസ്റ്റിൽ കൂടെ സർക്കസിൻ്റെ ആനയാണെന്നുള്ള വ്യാജരേഖ കാണിച്ചിട്ടാണ് ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആനകളെ വ്യാപകമായിട്ട് കടത്തിയിരുന്നത്. അങ്ങനെ കടത്തിക്കൊണ്ടുവന്ന ഒരുത്തൻ പൊള്ളലേറ്റ് മരിച്ചു. വേറൊരുത്തനെ ആസാമിലാരോ കൊന്നു. ഇവർ രണ്ടുപേരും മരിച്ചപ്പോഴാണ് ഈ കോടതി വിധി 2007 വന്നാലും ഇവർ ആനയെ കൊണ്ടുവരാത്തത്. കടത്താൻ ധൈര്യമുള്ളവർ മരിച്ചുപോയി. കടത്തരുന്നിട്ട് വെങ്കടാലും വിധി വാങ്ങിച്ചു. പിന്നീട് പലപ്പോഴും ഈ വിധി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലും സുപ്രീം കോടതിയിലും ഇവർ പോയിന്റ്, ഹൈക്കോടതിയിലും പോയിന്റ്. പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ആനകളെ ഇവിടെ കൊണ്ടുവന്നാൽ അവറ്റയ്ക്ക് ഭാഷ മനസ്സിലാക്കേണ്ട ആനകൾ പ്രശ്നം ഉണ്ടാക്കണമെന്നും മർദ്ദനമേറ്റ ആനകൾ ചാവണമെന്നും വനം വകുപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ടും ഈ 2 റെക്കോർഡുകളും ഇല്ലാണ്ട് ആനകൾ വന്നുകൊണ്ടാണ് ആനകടത്ത് നിരോധിച്ചതെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 രേഖകളും ഇല്ലാണ്ട ആനകളാണ് ഇപ്പോൾ കേരളത്തിൽ ഈ 343 കേരള സർക്കാർ വേണമെങ്കിൽ ഒരൊറ്റ ഓർഡർ ഇറക്കിയിട്ട് ഈ 143 ആനേനെയും വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റാതിരിക്കാൻ പ്രധാന കാരണം ഈ SNDPയും NSSും മുസ്ലിം ലീഗും വേറെ ജാതി മത സംഘടനകളുടെ ബിനാമികളാണ് ഈ ആനയെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ എൻജോയ് ചെയ്യണത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സപ്പോർട്ടുള്ള ഉത്സവ സംഘാടകരായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ അടിയന്തരമായിട്ട് ഈ ആനകൾക്ക് ചേരാനായിട്ടുള്ളൊരു സംവിധാനം അടിയന്തരമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ആനകൾ മുഴുവനും ഈ നാട്ടുകാരെ കൊന്നൊടുക്കും. ചിലപ്പോൾ ഇതുപോലെ മന്ത്രിമാർക്കും കിട്ടിയാൽ അതും കിട്ടും. കഴിഞ്ഞ മുമ്പിലത്തെല്ലാം മന്ത്രി രാജൻ തൃശ്ശൂർ പൂരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പൂരത്തിന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വന്ന് ഒഫീഷ്യൽ കാറിൽ നിന്ന് മണ്ണിടനാല് ഇറങ്ങി നിൽക്കുമ്പോൾ രാജൻ്റെ മുമ്പിൽ കൂടെയാണ് ഒരു ആന ഇടഞ്ഞോടി പോയത്. അതിന് 10-15 മിനിറ്റ് കഴിഞ്ഞ പിന്നെ തളച്ചത് രാജൻ തന്നെ തലേ ദിവസം പുതിയൊരു ഷർട്ടൊക്കെ കൊടുത്ത് ആദരിച്ച് വ്യാജ എലിഫൻറ്റ് സ്ക്വാഡുകാരാണ് തളച്ചത്. അതിൻ്റെ വീഡിയോ വന്ന പിന്നെ ഹൈക്കോടതി ഈ എലിഫൻറ്റ് സ്ക്വാഡിനെ ഇങ്ങനെ വ്യാജമായിട്ട് എലിഫൻറ്റ് സ്ക്വാഡിന് ഷർട്ടിൽ എഴുതി വെച്ച ആൾക്കാർ ആനയെ പിടിക്കരുതെന്ന് ഉത്തരവിട്ടു. പക്ഷേ അത് പറഞ്ഞിട്ടും ഇന്നലെയും കൂടെ ഈ ആനകളെ തളച്ചത് എലിഫൻറ്റ് സ്ക്വാഡാണ് ഞങ്ങളൊന്ന് വ്യാജമായി ഷർട്ടിൽ എഴുതി പ്രദർശിപ്പിച്ച് ക്യാപ്ചർ ബെൽറ്റ് എന്ന് പറയുന്ന മുള്ളു ചങ്ങല കൊണ്ട് ആനകളെ പിടിക്കുന്ന പ്രക്രിയ ഇന്നലെ നടന്നു. ഹൈക്കോടതി വിധിക്ക് പുല്ലുവിലയാണ്, ആരും വലിക്കില്ല. ഈ ആന കോൺട്രാക്ടർമാരുടെ ഗുണ്ടകളാണ് ഈ എലിഫൻറ്റ് സ്ക്വാഡെന്ന് ഷർട്ടിൽ എഴുതി വെച്ചിട്ട് ആനകളെ തളച്ച് ഉത്സവ സ്ഥലത്തെ ഇടഞ്ഞ ആനകളെ തളച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി വനം വകുപ്പിനും പോലീസിനും നടപടിയെടുക്കാൻ പറ്റാത്ത ഭാഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരം ആനകളെ പിടിക്കാനായിട്ടുള്ള വ്യാജ എലിഫൻറ്റ് സ്ക്വാഡുകൾ ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ഞാലക്കുടയിൽ എടത്തിരിഞ്ഞ് ക്ഷേത്രത്തിൽ ഇടഞ്ഞോടിയ ഈ ആനേനെ തളച്ചതും ഈ വ്യാജ എലിഫൻറ്റ് സ്ക്വാഡാണ്. ശരിക്കും എലിഫൻറ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ മയക്കുവെടിത്തോക്കെ എന്തിയ വനം വകുപ്പിൻ്റെ ഡോക്ടർക്ക് പറയുന്ന പേരാണ് എലിഫൻറ്റ് സ്ക്വാഡ്.
അതിൽ അയാളെ മാത്രം അംഗമുള്ളൂ. അയാളുടെ ഒരു അസിസ്റ്റൻ്റ് അയാളുടെ ഒപ്പം പോകണമെന്ന് പറയുന്നത് വെച്ചാൽ ആനയാളെ കുത്തിയിട്ടാൽ ഈ തോക്ക് സർക്കാരിൻ്റെയാണ്, തോക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പേരടങ്ങുന്ന ഒരു സംഘം, അതായത് വനം വകുപ്പിൻ്റെ ഡോക്ടറും അയാളുടെ സഹായിയും അടങ്ങുന്ന സംഘത്തിനാണ് എലിഫൻറ്റ് സ്ക്വാഡ് എന്ന് പറയുന്നത്. അത് പരസ്യമായി ലംഘിച്ച് മന്ത്രി രാജൻ തയ്പ്പിച്ചു കൊടുത്ത എലിഫൻറ്റ് സ്ക്വാഡ് എന്ന് ആലേഖനം ചെയ്ത ഷർട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആനകളടഞ്ഞാൽ ആനകളതിനെ മുള്ളുചങ്ങല ഉപയോഗിച്ച് ഭീകരമായി മർദ്ദിച്ച് ആനകളതിനെ തളച്ച് ലോറിയിൽ ഭീകരമായിട്ട് കയറ്റി സ്ഥലം മാറ്റുന്ന പ്രക്രിയ അരങ്ങേറുന്നു. ഒരു മന്ത്രി പോലും, റവന്യൂ മന്ത്രി, അത് ജില്ലാ കളക്ടർമാർക്കാണ് ഇതിൻ്റെ നടപടിയുടെ ചുമതല ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. ആ ജില്ലാ കളക്ടർമാരുടെ നേരിട്ടുള്ള നിയന്ത്രണ ഉദ്യോഗസ്ഥനായിട്ടുള്ള റവന്യൂ മന്ത്രിയാണ് ഇതിന് നേതൃത്വം കൊടുക്കണമെന്നും ആ മന്ത്രി തൃശ്ശൂരുകാരനാണെന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു വിഷയം. ഒരു സാധാരണ ചെയ്യുക, നമ്മളിപ്പോൾ ഉത്സവ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റില്ല. കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കയറ്റില്ല. ക്യാമറ ഇല്ലാണ്ട് നമ്മൾ പോയാലും നമ്മുടെ ചുറ്റും നമ്മളെന്താണ് ചെയ്യണമെന്നൊക്കെ ഒരു ടീമുണ്ടാവും. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു ക്യാമറ എടുത്താൽ അവർ ആ ക്യാമറ തടയും. അത് എൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ കിട്ടിയാൽ എത്ര അടുത്ത് എത്തുമെന്നും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും അവർ കോടതി കയറി നടക്കേണ്ടി വരുന്ന അവർക്ക് നല്ലോണം അറിയാം. ഭീതിയാണ്, നിയമത്തോടുള്ള ഭീതിയാണ് അവർ ഞാൻ ഉത്സവ പറമ്പിലേക്ക് എത്താതിരിക്കാൻ ഉള്ള തീരുമാനം എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. നിയമത്തോടുള്ള ഭീതിയാണ്. അപ്പോൾ ഭീതി അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭീതി അവർക്ക് വേണം, നിയമത്തെ അവർക്ക് പേടിയുണ്ട്. പിന്നെ ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം നടന്നു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് അത്യാവശ്യം ഈ പരിക്കുള്ള ആനകളൊക്കെ അവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ വെടിക്കെട്ടിൽ തന്നെ കുഴിച്ചിട്ടുള്ള സാധനങ്ങൾ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ അനുവാദം കഴിഞ്ഞാലും വരെ കൊടുത്തുള്ളൂ. കുഴിക്കുന്ന പരിപാടി, വെടിക്കെട്ട് സാധനങ്ങൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എവിടെയും ചെയ്യണമെങ്കിൽ വെങ്കടാലം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പരാതികളൊന്നും പിൻവലിക്കാറില്ല. പരാതികളൊക്കെ അങ്ങോട്ട് നീണ്ടു തുറന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പരാതി കൊടുത്ത കുറേ ആളുകൾ ഇപ്പോൾ കോടതികളിൽ ഈ കേസുമായിട്ട് നടക്കുന്നുണ്ട്. കുറേ കാലം കഴിഞ്ഞാലും ഈ നമ്മളിപ്പോൾ ഒരു പരാതി കൊടുത്തു, ഫോറസ്റ്റുകാരത് മൊഴിയെടുത്തു കഴിഞ്ഞാൽ കാലങ്ങൾ കഴിഞ്ഞാലും അത് കോടതിയിലെത്തും. കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പണിയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമൊക്കെ ആവും ചിലപ്പോൾ കോടതി കേസ് വയ്ക്കുക. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റാണ്ട് വിഷമിക്കുന്ന കുറേ ആളുകൾ പിന്നീട് ഇതിങ്ങനെ ആനയെ നിലയ്ക്കേണ്ട, വെടിക്കെട്ട് വേണ്ടാന്ന് തീരുമാനിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഭീഷണിയാണ്. അതായത് ഭീഷണി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് ഒരു പറഞ്ഞത് ഇയാൾ വിദേശത്ത് നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് തിന്നണത് എന്ന് പറയുന്നൊരു വ്യാപകമായ പ്രചരണമുണ്ട്. അതിപ്പോൾ എനിക്ക് കേട്ടിട്ട് എനിക്ക് വിഷമം, ഞാൻ ഈ വിദേശത്ത് നിന്ന് പൈസ വാങ്ങിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇവർ കൂടുതലും പറയുന്നത് ഈ വിദേശങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് കോടതികളിൽ കേസ് നടത്താനായിട്ട് പൈസ ഉപയോഗിക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടി കോടതികൾ വായിക്കുന്ന ഒരു വക്കീലും എൻ്റെ അടുത്ത് നിന്ന് വരെ ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നിയമം നടപ്പിലാക്കാനാണ്. ഈ നിയമം നടപ്പിലാക്കാനായിട്ട് പറയാൻ വക്കീലിന് വലിയ ചിലവൊന്നുമില്ല. പക്ഷെ നിയമത്തിലെ ഇളവ് തേടി പോകുമ്പോൾ ഇളവ് തേടിയാൽ ഇവർക്ക് സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇളവ് തേടി പോകുന്ന ഈ ഉത്സവ മാഫിയക്കാരുടെ പോക്കറ്റ് വലിയ വലിയ വക്കീലന്മാർ പോക്കറ്റ് അടിക്കണം. എന്നുവെച്ചാൽ കോടികളുടെ ലാഭം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ കോടിയുടെ ഒരു പകുതി എനിക്ക് താ എന്ന് ആ വക്കീലിന് പറയാം. ഇവർക്കത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവരോട് വക്കീലന്മാർ പെരുമാറുന്ന പോലെയല്ല എന്നോട് പെരുമാറുന്നത്. ഞാൻ ഇന്നുവരെ കോടതിയിൽ ഒരു കേസ് നടത്താനും ഒരു വക്കീലിനും ഒറ്റ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. ആകെപ്പാടെ ചിലവ് വരുന്നത് വെച്ചാൽ നമ്മളിവിടുന്ന് നോട്ടറിയോട് നോട്ടറി സൈൻ ചെയ്യാനായിട്ട് സ്റ്റാമ്പിൻ്റെ കാശ് വാങ്ങിക്കും. പിന്നെ അത് കൊറിയറിൽ അയച്ചു കൊടുക്കാനുള്ള പൈസ അത്ര തന്നെ എൻ്റെ ഇന്ന് പോകാറുള്ളൂ. ഈ വക്കീലന്മാർക്ക് പൈസ കൊടുക്കൽ എനിക്കിന്ന് വരെ നടന്നിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ ഇമാതിരി കേസ് വാദിക്കാൻ തയ്യാറായിട്ട് മുന്നാക്കം വരുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ആരും ഇതിനെക്കുറിച്ചിട്ട് പരാതി കൊടുക്കാൻ ബോധർ ചെയ്യുന്നില്ല. പരാതി ആരും കൊടുക്കാത്തതുകൊണ്ട് വളരെ അപൂർവമായിട്ടുള്ള പരാതിയാണ് വരുന്നതെന്നിട്ട് വലിയ വലിയ വക്കീലന്മാർ എനിക്ക് വേണ്ടി ഹാജരാകുന്ന സംഗതികൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിധി വന്നാലും അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നത്. പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇതിൽ ശരിക്ക് ആനകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ ഈ വിധി ഈ ഗ്യാപ്പ് ഫിക്സ് ചെയ്ത് ആനകളുടെ പള്ളഭാഗങ്ങൾ തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പ് വേണം, ആളുകൾ തമ്മിൽ 8 മീറ്റർ ഗ്യാപ്പ് വേണമെന്നൊക്കെ ഹൈക്കോടതി വിധിച്ചത് നവംബർ 13-നാണ്. അത് സുപ്രീം കോടതി ബ്ലോക്ക് ചെയ്ത് സ്റ്റേ ചെയ്തത് ഡിസംബർ 19-നാണ്. അതുവരെ കേരളത്തിൽ ഒരു ആന ഇടന്നിട്ടില്ല, ആന ഇടന്നിട്ട് ആൾ മരിച്ചിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സുപ്രീം കോടതി ഹൈക്കോടതി വിധിയിൽ സ്റ്റേ കൊടുത്തപ്പോൾ ഡിസംബർ 20-ാം തീയതി തൊട്ട് കേരളത്തിൽ വ്യാപകമായ ആനകൾ അടഞ്ഞോടി. പിന്നലത്തോടുകൂടി 74-ാമത്തെ ആനയുടെ ഇടയിലാണ് ഉണ്ടായിട്ടുള്ളത്. 3 പേര് മരിച്ചു, 20 പേര് ആശുപത്രിയിലാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ എന്നോടുള്ള പേടി മൂലം ഇവർ എന്നെ ഉത്സവ പറമ്പിൽ ബ്ലോക്ക് ചെയ്താലും
ഉത്സവപ്പറമ്പിലത്തെ എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടാനുള്ള നെറ്റ്വർക്ക് എനിക്കിപ്പോൾ ഉണ്ട്. ഞാൻ ഉത്സവപ്പറമ്പിൽ പോയില്ലെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ മെയിലിലേക്കും വരും, എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്കും വരും. ഞാൻ ആ ഒരു സ്ഥലത്ത് പോയില്ല എന്നുള്ളതുകൊണ്ട് ഒരു ദൃശ്യവും എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞ് പോകാറില്ല. രാത്രിയിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ രാത്രി തന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് ചില കേസുകളൊക്കെ രാത്രി തന്നെ സോൾവ് ചെയ്യാറുണ്ട്. ഇത് രാത്രി നടക്കുന്ന നിയമലംഘനങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് അറിയില്ല. പ്രതി വെടിക്കിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ രാത്രി ഉത്സവപ്പറമ്പിൽ പല സംഭവങ്ങളും നടക്കും. അതങ്ങനെ നമുക്ക് മെയിലായിട്ട് വീഴൊക്കെ കിട്ടിയാൽ പല സ്ഥലത്തും കളക്ടർമാരും പോലീസുകാരും എക്സ്പ്ലോസീവുകാരും രാത്രി തന്നെ പോയിട്ടത് ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഈ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ മൊബൈൽ ഫോൺ സംവിധാനം വന്നപ്പോൾ വാട്സപ്പൊക്കെ വന്നപ്പോൾ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്ത് നടപടി എടുപ്പിക്കാൻ നമുക്ക് ഉത്സവപ്പറമ്പിൽ ചെന്ന് നിൽക്കേണ്ട ആവശ്യം ഇല്ല. ഉത്സവപ്പറമ്പിൽ ഇവർ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും 2009 ഈ ആനകളുടെ പീഡനത്തിനെതിരെ 2008 വിധി വന്നപ്പോൾ തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന ബീന എന്ന് പറയുന്ന ഒരു IAS കാരിയാണ്. ഈ കളക്ടർ ഈ കേസിൽ എതിർകക്ഷിയാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്ത് നടത്തി കഴിഞ്ഞപ്പോൾ ഈ ശ്രീനെ മൂലമ്പള്ളി വിഷുവിൽ അവിടുത്തെ കളക്ടറെ മാറ്റിയിട്ട് ഈ കളക്ടറിനെ അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ 2009 ആദ്യത്തെ എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് ഇവരുടെ വീടിൻ്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഞാൻ നവംബർ മാസം തന്നെ ഇവർക്കൊരു പരാതി വെച്ചു. ഈ തൃശ്ശൂർ വെച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള വിധി എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നടപ്പിലാക്കണം. അവിടെ ആനകളുടെ പള്ളഭാഗങ്ങൾ തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പുള്ളതെന്ന് ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ 7 ആനകളെ എഴുന്നള്ളിക്കുന്നുണ്ട്. ഇത് പ്രകാരം അവിടെ 2 ആനയെ നിർത്താൻ പറ്റുള്ളൂ, നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ ആറാട്ടിൻ്റെ അന്ന് വൈകുന്നേരം ഈ കളക്ടർ അവരുടെ ചേംബറിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൽ ഈ ആനകളെ എഴുന്നള്ളിക്കാനായിട്ടുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷനാണ്. അത് ആറാട്ട് എഴുന്നള്ളിപ്പിൻ്റെ അന്ന് വൈകുന്നേരം 4 മണിക്ക് ആണ് മീറ്റിംഗ്. ഈ ആറാട്ട് എഴുന്നള്ളിപ്പ് അമ്പലത്തിൻ്റെ ഉള്ളിൽ പകൽ 11 മണിക്ക് കഴിയും. അപ്പോൾ ഇവരുടെ വീട്ടിന് മുന്നിലുള്ള അമ്പലത്തിൽ സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് പലവിധ പ്രതിബന്ധങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ കത്ത് കിട്ടിയപ്പോൾ അവിടേക്ക് പോകാനൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം മുടക്കിട്ട് 1:30 അല്ലെങ്കിൽ ഞാൻ ഗുരുവായൂരുണ്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്നെ ഒരു 8 മണിക്ക് വിളിക്കണം. ഞങ്ങളാലൊന്ന് വരണ്ട, എന്താ കാരണം വെച്ചാൽ എറണാകുളത്തെ അമ്പലത്തിൽ ആന അടഞ്ഞു, ഒരു സ്ത്രീ മരിച്ചു എന്നിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പരാതി കൊടുത്തിട്ട് ഇവർ നമ്മുടെ എടുക്കാൻ ആന ഓടി, ആൾ മരിച്ചു എന്നൊക്കെ മനസ്സിലായി. അന്ന് ഞാനൊരു പ്രയത്നം എടുത്തു. ഞാൻ ഈ അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ ഇവിടെ ഈ ആളെന്നിട്ടുള്ള ആനകളെ നിർത്തിയാലേ ഞാൻ ഈ അമ്പലത്തിലേക്ക് കിടക്കുള്ളൂ. ഞാനൊരു പ്രതിജ്ഞ എടുത്തു. അത് അളക്കാൻ തീരുമാനിച്ചപ്പോഴാണെന്നറിയാം, ഈ ഹൈക്കോടതി ഇത്രയും വിഷയം ഉണ്ടാക്കിയപ്പോൾ ജില്ലാ കളക്ടർമാർ തീരുമാനിക്കണം അവരെ ഗ്യാപ്പ് ഇട്ടിട്ട് ആനകളെ എന്നുള്ളിക്കാവുമെന്ന് ജനുവരി 21 ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ 27-ാം തീയതി ജില്ലാ കളക്ടർ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു 30-ാം തീയതി അവിടെ പോയിട്ട് അളക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 30-ാം തീയതി എന്ന് പറഞ്ഞത് ഈ ദിവസമാണ് 2009 അവിടെ ഈ ആളെ കൊന്ന ദിവസം. അപ്പോൾ ഞാൻ ആ ദിവസം തന്നെ ഈ അളക്കിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു. എന്നിട്ട് ഈ ജനുവരി 30 അവിടെ ആനകളുടെ നിൽക്കാനുള്ള സ്ഥലം അളക്കാൻ കാണാൻ വേണ്ടിയാണ് ഞാൻ 15 കൊല്ലം കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ. അപ്പോൾ നിയമം പാലിക്കാൻ ബാധ്യതപ്പെട്ടവർ പാലിച്ചില്ലെങ്കിൽ എഴുത്തും അറിയാത്ത ആളുകളെ കൊന്നൊടുക്കാതെ പൂരത്തിന് നിൽക്കണം എന്ന് പറയുന്ന കേൾക്കാൻ ആനകൾക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല.